എമ്പുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചു മോഹൻലാൽ. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും മനോവിഷമത്തിൽ തനിക്കും എമ്പുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായും മോഹൻലാൽ സ്ഥിരീകരിച്ചു. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? കീർത്തന, എമ്പുരാൻ ചിത്രം റിലീസ് ചെയ്ത് അത് വലിയ കളക്ഷനൊക്കെ നേടി ഒരു തരത്തിൽ മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്ന ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് സിനിമയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായത്. പ്രത്യേകിച്ച് സംഘപരിവാർ ശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മുഖപത്രമായ ഓർഗനൈസറിൽ നിന്നൊക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. കലാപവുമായി ബന്ധപ്പെട്ട സിനിമയെ ചിത്രീകരിച്ചിരിക്കുന്നത് ശരിയല്ല, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. കേരളത്തിൽ പോലും BJP നേതാക്കൾ സമാനമായ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഈ ചിത്രത്തിന്റെ 17 സീനുകൾ കട്ട് ചെയ്ത് സിനിമ രണ്ടാമത് വീണ്ടും റീഎഡിറ്റ് ചെയ്ത് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ എത്തും എന്നൊരു വാദം അവരുടെ അണിയർ പ്രവർത്തകർ അറിയിച്ചത്. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ ഒരു ഖേദപ്രകടനവുമായി സാക്ഷാൽ മോഹൻലാൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. തന്റെ 40 വർഷത്തെ സിനിമാ ചരിത്രത്തിൽ താൻ ഒരു തരത്തിലും ഒരു മതസംഘടനയോ രാഷ്ട്രീയ സംഘടനകളെയോ വിഷമിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾക്ക് സങ്കടമാകുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ചില മനോവിഷമങ്ങൾക്ക് ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ താനും തന്റെ അണിയറ പ്രവർത്തകരും ഉത്തരവാദിത്തമാണ്. അത് ഖേദം പ്രകടിപ്പിക്കുന്നതാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചിത്രത്തിന് ഈ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സിനിമ പൂർണ്ണമായി തന്നെ ഓടിക്കണം, റീഎഡിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരുപക്ഷെ ഇടതുപക്ഷ സംഘടനകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഒക്കെ പിന്തുണ എത്തിയിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ചിത്രം നേരിൽ പോയി കണ്ട് പിന്തുണ അർപ്പിച്ചതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് മോഹൻലാലിന്റെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് ചില ആളുകൾക്കൊക്കെ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. സംഘപരിവാർ ഭീഷണിക്ക് മുൻപിൽ മോഹൻലാലും സംഘവും മുട്ടുമടക്കി എന്ന തരത്തിലൊരു നരേറ്റീവും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. വസ്തുത ഇതാണ്. ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ എമ്പുരാൻ റീഎഡിറ്റ് ചെയ്യപ്പെട്ട് ചിത്രം കേരളത്തിൽ അടുത്തയാഴ്ച റിലീസിന് വരും. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് കേരളത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ചിത്രം ഇത്തരത്തിൽ ഒരു 17 സീനുകളോളം റീഎഡിറ്റ് ചെയ്ത് രണ്ടാമത് തിയേറ്ററിലേക്ക് എത്തുന്നത്. മുൻപ് ഇത്തരം വിഷയങ്ങളൊക്കെ കേരളം അഭിമുഖീകരിച്ചത് ആ സിനിമകളെ നിരോധിച്ചുകൊണ്ടല്ല, അത്തരം വിഷയങ്ങൾ ചർച്ചയാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ അത് വലിയ ആശയങ്ങളൊക്കെ ആക്കി ചർച്ച ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പൂർണ്ണമായി നിരോധിക്കുന്ന ഒരു സ്റ്റൈല് കേരളത്തിനില്ല. മുൻപ് ഉടുത്ത പഞ്ചാബ് പോലുള്ള സിനിമകൾക്കൊക്കെ ഈ സെൻസർഷിപ്പിന്റെ വലിയ കട്ട് വന്ന ഘട്ടത്തിൽ ഏകദേശം 120 സീനിൽ 80 സീനുകൾ കട്ട് ചെയ്യണമെന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞപ്പോൾ അതിന് പോലും പ്രതിരോധം തീർത്തൊരു നാടാണ് കേരളം. ആ കേരളത്തിൽ ഇറങ്ങിയ ഒരു വലിയ നടന്റെ ചിത്രം ഒരുപാട് പ്രതീക്ഷകൾ മലയാള സിനിമ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്ന ഒരു ചിത്രത്തിനാണ് ഈ സെൻസർ ബോർഡിന്റെ കത്തിവെപ്പ് വീണ്ടും വരുന്നത്. അത് വിമർശനങ്ങളെ ഭയന്നുകൊണ്ടാണ് എന്നുള്ളതും വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. തീർക്കാൻ ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.